തന്നെ ജയിപ്പിച്ചവർക്ക് വേണ്ടി പാലക്കാട് വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നത്. ആ രാഹുൽ മാങ്കൂട്ടത്തിന് മുഖത്തേറ്റ അടി പോലെയാണ് ഇപ്പോൾ പെൺകുട്ടി ഈ വിഷയത്തിൽ നിയമപരമായി നീങ്ങാൻ തീരുമാനമെടുത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. പെൺകുട്ടി നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് പരാതി കൈമാറുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ബലാത്സംഗം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ട്, ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അടങ്ങിയ പരാതി തന്നെയാണ് മുഖ്യമന്ത്രിക്ക് പെൺകുട്ടി കൈമാറിയിരിക്കുന്നത്. മാത്രവുമല്ല, നമ്മൾ പൊതുസമൂഹം ഇതുവരെ കേട്ടതിനപ്പുറമുള്ള തെളിവുകൾ പെൺകുട്ടി കൈമാറിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ പെൺകുട്ടി കൈമാറിയിട്ടുണ്ട് എന്നതാണ് അറിയുന്നത്. മാധ്യമങ്ങൾക്ക് ഇതുവരെ ലഭിച്ചതിനേക്കാൾ കൂടുതൽ തെളിവുകൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിക്കൊപ്പം പെൺകുട്ടി കൈമാറിയിട്ടുണ്ട് എന്നതാണ് അറിയുന്നത്. അപ്പോൾ വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച്. ഈ കുരുക്കിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഊരിപ്പോകാൻ കഴിയുമോ എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. ആ പെൺകുട്ടി നീതി തേടിയുള്ള പോരാട്ടത്തിലാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു സമീപനം, അനുകൂല സമീപനം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടാകുമോ എന്നത് ആ പെൺകുട്ടി ഒരു പക്ഷേ പ്രതീക്ഷിച്ചിരിക്കാം. ആ പെൺകുട്ടിയെ സംബന്ധിച്ച് താൻ വിശ്വസിച്ച, സ്നേഹിച്ച പുരുഷനാണ്. അപ്പോൾ അതിന്റെ വലിയ ആഘാതം ആ പെൺകുട്ടി മാനസികമായും നേരിട്ടിരുന്നു. മാത്രവുമല്ല, ശാരീരികമായി ഗർഭഛിദ്രം നടത്തിയത് ഏതെങ്കിലും അനുവദനീയമായ രീതിയിലല്ല. അത് വലിയ ആരോഗ്യ പ്രശ്നം ആ പെൺകുട്ടിയെ സംബന്ധിച്ചുണ്ടാക്കിയിരുന്നു. അതിൽ നിന്നൊക്കെ മുക്തി നേടാനുള്ള ഒരു കാലതാമസമാണ് ആ പെൺകുട്ടി എടുത്ത ഈ 3 മാസം. പക്ഷേ ആ 3 മാസം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിന്റെയും ഒക്കെ ഫാൻസ് സമൂഹ മാധ്യമത്തിൽ ആ പെൺകുട്ടിയെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിച്ചു എന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെയും മനോവിഷമം ആ പെൺകുട്ടിയെ വലിയ രീതിയിൽ അലട്ടിയിരുന്നു. അതാണ് ഏറ്റവും ഒടുവിൽ നിയമ പോരാട്ടത്തിലൂടെ നീതി തേടാൻ ആ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഘടകം. ആ പെൺകുട്ടിക്കൊപ്പം കേരളമുണ്ട്, ആ പെൺകുട്ടിക്കൊപ്പം ഈ സർക്കാരുണ്ട് എന്നതിൻ്റെ സന്ദേശമാണ് മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ നൽകുന്നത്. നമുക്കറിയാം, വലിയ രീതിയിൽ സമൂഹ മാധ്യമത്തിൽ ആ പെൺകുട്ടി വേട്ടയാടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പെൺകുട്ടി മാത്രമല്ല, ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞ റിനി ആൻഡ് ജോർജ് ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾ നേരിട്ട സാഹചര്യം എന്താണ് എന്ന് നമുക്കറിയാം. അവിടെയാണ് ഇപ്പോൾ ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എത്തുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ വിഷയം കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ തന്നെ കോൺഗ്രസ് ഈ വിഷയത്തിൽ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ നടപടികൾ എടുത്തിരുന്നു. ഇത് വലിയ ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കുമെന്നത് കോൺഗ്രസിലെ ചില നേതാക്കൾക്കെങ്കിലും ബോധ്യമുണ്ടായിരുന്നതാണ്. വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് അക്കാര്യം ബോധ്യപ്പെട്ടതാണ്. ആ ഘട്ടത്തിൽ അവർ ആ നിലയിൽ നിലപാട് സ്വീകരിക്കുകയും അത് തുറന്നു പറയുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ പിന്നീട് അവർക്കൊക്കെ പിൻവലിയേണ്ടി വന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുമ്പോൾ നമ്മൾ കോൺഗ്രസ് നേതാക്കളെ, വനിതാ നേതാക്കളെ ഉൾപ്പെടെ സമീപിക്കുമ്പോൾ അവർ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവരെ, കോൺഗ്രസ് പാർട്ടിയെ ഒന്നാകെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ നേതാക്കൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് എന്ത് പ്രതികരണം എന്നത് കുറച്ച് ആലോചിച്ച് സ്വീകരിക്കേണ്ടുന്ന കാര്യങ്ങൾ വരുന്നു എന്നതാണ്. മറ്റൊന്ന്, വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തുറന്നു പറയുകയും നടപടി വേണമെന്ന് ശക്തമായി വാദിക്കുകയും ചെയ്തതാണ് ആദ്യഘട്ടത്തിൽ. പിന്നീട് അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്ന സാഹചര്യമാണ്. നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണ കവചം ഒരുക്കി നിൽക്കുമ്പോൾ അവർക്ക് ആ പാർട്ടിയിൽ അവർ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആകാം ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ പ്രതികരണങ്ങൾ തേടുമ്പോൾ വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ഘട്ടത്തിൽ മൗനം പാലിക്കുന്നത്. ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് പോലും അല്ലെങ്കിൽ പ്രതികരണം ആരായുമ്പോൾ പോലും അവർ മൗനത്തിലാണ്. നേരത്തെ വി.ഡി. സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നും മിണ്ടാതെ മടങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ഈ വിഷയം ചോദിക്കുമ്പോൾ ഈ വിഷയത്തിൽ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുക്കാവുന്ന നടപടികൾ എടുത്തു കഴിഞ്ഞു എന്നതായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ ചൂണ്ടിക്കാട്ടിയിരുന്ന കാര്യം. ഇപ്പോൾ ഈ വിഷയം സജീവമാക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചുവെങ്കിൽ ഇനി അത് സാധ്യമല്ല. കാരണം നിയമ പോരാട്ടം നടത്തുന്നത് പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയാണ് നീതി തേടി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ പ്രേരണയാലല്ല, അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രേരണയാലല്ല. നീതി വേണമെന്ന ആ പെൺകുട്ടിയുടെ ബോധ്യത്തിൽ നിന്നാണ്. 3 മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ആ പെൺകുട്ടി ഇപ്പോൾ പരാതിയുമായി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തുന്നത്. എല്ലാവിധത്തിലുമുള്ള അധിക്ഷേപവും പീഡനവും സഹിച്ചതിന് ശേഷമാണ് ആ പെൺകുട്ടി നീതി തേടി മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അത് ആ പെൺകുട്ടിയുടെ തീരുമാനമാണ് എന്ന് വരുമ്പോൾ എന്ത് പറഞ്ഞ് പ്രതിരോധിക്കണം എന്നത് കോൺഗ്രസിനെ വലിയ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ഇനി നടപടികൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു, എത്ര വേഗം മുന്നോട്ട് പോകുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ,
ഈ വിഷയത്തിൽ വളരെ പെട്ടെന്നാണ് ഈ പരാതി DGPക്ക് കൈമാറുന്നു. DGP അത് ക്രൈംബ്രാഞ്ചിന് ഉൾപ്പെടെ കൈമാറും എന്നതാണ് മനസ്സിലാകുന്നത്. മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വളരെ വേഗത്തിൽ നീങ്ങും എന്ന വിവരമാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിച്ചത്. ഇന്ന് തന്നെ മൊഴിയെടുപ്പ് ഉണ്ടാകുമോ? എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ക്രൈംബ്രാഞ്ച് മേധാവി ADGP H വെങ്കടേശനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അദ്ദേഹം വിളിച്ചു വരുത്തിയാണ് ഈ പരാതി മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്. ആ പരാതി മുഖ്യമന്ത്രി ADGPക്ക് കൈമാറിയിരിക്കുന്നത്. ആ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം അടിയന്തരമായ ഒരു യോഗം ചേരും. ആ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നീക്കം ഇപ്പോൾ അടിയന്തരമായി തന്നെ യോഗം ചേരാനുള്ള ഒരു നീക്കത്തിലേക്ക് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത്. അതിനുശേഷം പുതിയൊരു FIR രജിസ്റ്റർ ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനോടകം ഈ കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത FIRകളിൽ പുറത്തുനിന്ന് പരാതി നൽകിയവരുടെ കാര്യങ്ങളായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നിലവിൽ പുതിയൊരു FIR രജിസ്റ്റർ ചെയ്യും. ആ FIRന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് കിടക്കുക. അതിൽ പ്രധാനമായി മാറാൻ പോകുന്നത് ഈ പരാതി നൽകിയിരിക്കുന്ന യുവതിയുടെ മൊഴി തന്നെയാകും. ഒരുപക്ഷെ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ മൊഴിയെടുക്കാൻ ശ്രമിച്ച ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് നിയമ പോരാട്ടത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും കടക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ചില കൂടിയാലോചനകളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നിരിക്കുന്നു. മുൻകൂർ ജാമ്യം ഉൾപ്പെടെ തേടാനുള്ള നീക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അഭിഭാഷകരുമായി അത്തരം സംസാരങ്ങൾ ഉണ്ടാകുന്നു എന്ന വിവരങ്ങൾ വരികയാണ്. ഒരു അറസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടാകും എന്ന ഭയം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചുണ്ട് എന്ന് തോന്നുന്നു. അത്തരം നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന ബോധ്യത്തിലാകും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ നീക്കം നടത്തുന്നത്. മൊഴിയെടുത്ത ശേഷം മാത്രമേ അത്തരമൊരു നീക്കമുണ്ടാകൂ. മൊഴിയെടുക്കാനുള്ള നടപടികളായിരിക്കും ആദ്യം സ്വീകരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരാൻ പോകുന്നത്. ആ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും ഈ യുവതിയുടെ ഒരു മാനസികാവസ്ഥ കൂടി പരിഗണിച്ച് അവർക്ക് കൂടി കംഫർട്ടബിൾ ആയുള്ള സമയത്ത് അടിയന്തരമായി തന്നെ മൊഴി രേഖപ്പെടുത്തും. മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഉരുത്തിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം, അതായത് ക്രൈംബ്രാഞ്ച് തന്നെയായിരിക്കും ഈ അന്വേഷണത്തിലേക്ക് കടക്കുക എന്ന്. അതായത് ഇപ്പോൾ KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണും. അല്പസമയത്തിനകം പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ അറിയാൻ കഴിയും. അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുകയാണ് മാധ്യമപ്രവർത്തകർ. KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. മുഖ്യമന്ത്രിക്കാണ് പരാതി പോയത്. പരാതി നിയമാനുസൃതമായിട്ടുള്ള